ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ കാരണവന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. പിതാവേ, അവർക്കെല്ലാം അങ്ങയുടെ സ്വർഗരാജ്യത്തിൽ നിത്യാനന്ദം നൽകണമേ. സർവശക്തനായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങ് അറിയുന്നവനാണല്ലോ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുമുമ്പിൽ ആവശ്യപ്പെട്ടതും ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതുമായ എല്ലാവിധ ആഗ്രഹങ്ങളെയും അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത വിധം സാധിച്ചു തരണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബഹുമാനപ്പെട്ട MP ആൻഡോ ആന്റണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവകാശികൾ ചേർന്ന് മണർക്കോലത്തിൽ പായ വിരിക്കുന്നു. പായ വിരിക്കുന്നതിനായി ഇയോണ ഐറിൻ എന്നിവരെ ക്ഷണിക്കുന്നു. ആദ്യമായി അവകാശികൾ ചേർന്ന് മണർക്കോലത്തിൽ പായ വിരിക്കുന്നു. ശേഷം പായയ്ക്ക് മുകളിൽ പീഠം സജ്ജീകരിക്കുന്നു. പീഠം വെക്കുന്നതിനായി ആഷ്മിയെ ക്ഷണിക്കുന്നു. ശേഷം പീഠത്തിന് മുകളിൽ വെള്ള വിരിക്കുന്നു. വെള്ള വിരിക്കുന്നതിനായി ആര്യ, ജീന എന്നിവരെ ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ വെള്ള വിരിക്കുന്നതിനായി ആര്യ, ജീന എന്നിവരെ ക്ഷണിക്കുന്നു. ശേഷം ചന്തം ചാർത്തുന്നതിനാവശ്യമായ എണ്ണ, വെള്ളം എന്നിവ മണർക്കോലത്തിൽ സജ്ജീകരിക്കുകയാണ്. ഇതിനായി പ്രിയങ്കയെ ക്ഷണിക്കുന്നു. കത്തിച്ച ഒരു നിലവിളക്ക് അല്ലെങ്കിൽ കോൽ വിളക്ക് മണർക്കോലത്തിൽ സജ്ജീകരിക്കുകയാണ്. വിളക്ക് വയ്ക്കുന്നതിനായി സലോണിയെ ക്ഷണിക്കുന്നു. ചെറുക്കനെ അളിയൻ കൈപിടിച്ച് മണർക്കോലത്തിലേക്ക് കൊണ്ടുവന്ന് പീഠത്തിന്മേൽ ഇരുത്തുന്നു. ചെറുക്കനെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിനായി ചെറുക്കന്റെ അളിയൻ ഏപ്പൂട്ടനെ ക്ഷണിക്കുന്നു. ചന്തം ചാർത്തലിന്റെ ഈ മഹനീയമായ ചടങ്ങിലേക്ക് ആലാഖനായന്റെയും അൻപൻ മിശിഹായുടെയും റുഹാത്ത് കുദ്ദീസയുടെയും സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സകല കാരണവന്മാരുടെയും അനുഗ്രഹം യാചിച്ചുകൊണ്ടും ഗായക സംഘം ഇപ്പോൾ മർത്തോമൻ എന്ന പ്രാർത്ഥനാ ഗാനം ആലപിക്കുകയാണ്. മർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരേണമേ ഇന്ന്.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവനെ ഇണയും തുണയുമായി ദൈവമേ സ്ത്രീയെ അങ്ങ് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് രൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവിശ്വസിക സ്വരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ദൈവമായ കർത്താവേ, വിവാഹത്തിനായി ഒരുങ്ങുന്ന നിന്റെ ദാസനെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നനാക്കണമേ. കർത്താവേ, നല്ല ഭർത്താവും നല്ല പിതാവുമായി നിന്റെ ഈ ദാസനെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബത്തെയും സമുദായത്തെയും സഭയെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. അങ്ങേ കൃപയോർത്ത് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചന്തം ചാർത്തൽ എന്നാൽ വരന്റെ മുഖം ഔപചാരികമായി ക്ഷൗരം ചെയ്ത് വരന് ഭംഗി വരുത്തുക എന്നർത്ഥം. പൂർവ്വകാലങ്ങളിൽ വിവാഹത്തിന്റെ തലേനാളാണ് വരൻ ആദ്യമായി ക്ഷൗരം ചെയ്യുന്നത്. മുഖം ഇങ്ങനെ ഔപചാരികമായി ക്ഷൗരം ചെയ്യുന്നത് വഴി യൗവനം ആരംഭിക്കുന്നതിന്റെയും ഭർത്താവും പിതാവും ആകുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നതിന്റെയും സൂചന നൽകുന്നു. ചന്തം ചാർത്തേണ്ട പരികർമ്മി 17 പരീക്ഷകൾക്ക് മേലുള്ള ആളവരോട് 3 പ്രാവശ്യം സഭാനുവാദം ചോദിക്കുന്നു. 17 പരീക്ഷകൾ എന്നാൽ 17 ജാതികൾ. കനായത്തോമായക്ക് ചേരമാൻ പെരുമാൾ നൽകിയ 72 പദവികളിൽ ഏറ്റവും സ്തുത്യർഹമായ പദവി 17 ജാതികൾക്ക് മേൽ കർത്തൃത്വം. ക്നാനായ സമുദായത്തിന്റെ ആഢ്യത്വം വിളിച്ചോതുന്ന ഈ ചടങ്ങിലേക്ക് എവരെയും ക്ഷണിക്കുന്നു. ചന്തം ചാർത്തുന്നതിനുള്ള പരികർമ്മിയെ മണർക്കോളത്തിലേക്ക് ക്ഷണിക്കുന്നു. ിരിക്കുന്ന 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളവരോടെല്ലാം ചോദിക്കുന്നു, ചന്തം ചാർത്തട്ടെ. സദസ്സിലിരിക്കുന്ന 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളവരോടെല്ലാം ചോദിക്കുന്നു, വെട്ടിക്കനാലെ നിങ്ങളുടെ കല്യാണ ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. പതിനേഴ് പദവികൾക്ക് മേലുള്ള മേലച്ഛന്മാരോടെല്ലാം ഫാരയിൽ ഭാസ്കരന്റെ മകൻ നാണു ചോദിക്കുന്നു, വെട്ടിക്കനാലെ നിങ്ങളുടെ ഈ കല്യാണ ചെറുക്കനെ ചന്തം ചാത്തിക്കോട്ടെ.
വെട്ടിക്കനാലെ നിങ്ങളുടെ ഈ സുന്ദര മണവാളന് പരികർമ്മി നാണുവിൻ്റെയും തോടൻ വേണുവിൻ്റെയും എൻ്റെ ജഗോത്തിയുടെയും എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും 17 പരിശുകൾക്ക് മേലുള്ള മാളവരോടെല്ലാം ചോദിക്കുന്നു, എണ്ണ തേപ്പിച്ചോട്ടെ. 17 പദവികൾക്ക് മേലുള്ള മേലച്ഛന്മാരോടെല്ലാം ചോദിക്കുന്നു, മണവാളനെ എണ്ണ തേപ്പിച്ചോട്ടെ. സദസ്സിലിരിക്കുന്ന 17 പരീക്ഷകൾക്ക് മേലുള്ള മേലച്ചന്മാരോടെല്ലാം ചോദിക്കുന്നു, കോട്ടയം അതിരൂപതയിലെ ചാമക്കാല ഇടവകയിലെ ചിറക്കിപ്പറമ്പിലെ അനുവന്റെ സുന്ദര മണവാളനെ എണ്ണ തേപ്പിക്കട്ടെ. ചന്തം ചാർത്തി എണ്ണ തേപ്പിച്ചതിന് ശേഷം കുളിപ്പിക്കുന്നതിനായി ചെറുകനെ അളിയൻ തിരികെ കൊണ്ടുപോവുകയാണ്. ഈ സമയം കുടുംബാംഗങ്ങൾ പരികർമ്മയ്ക്കുള്ള അവകാശങ്ങൾ നൽകുകയാണ്. അതിനായി കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു. കുടുംബാംഗങ്ങൾ പരികർമ്മയ്ക്കുള്ള അവകാശങ്ങൾ നൽകുകയാണ്. പരികർമ്മയ്ക്കുള്ള അവകാശങ്ങൾ നൽകുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.